Dear students, welcome to Learner's World. In this video, I'm going to talk about Creativity and Commerce, The Battle and the Balance by Michael Hess, FIUGP, Semester 4, SEC Commerce and Management, Calcutta University. Summary of Creativity and Commerce, The Battle and the Balance. The essay, Creativity and Commerce, The Battle and the Balance is a keynote speech by Michael Hess addressed to creative students. അപ്പോൾ ഇത് മൈക്കിൾ ഹെസ് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള എസ്സേ ക്രിയേറ്റിവിറ്റി ആൻഡ് കൊമേഴ്സ് ദ ബാറ്റിൽ ആൻഡ് ദ ബാലൻസ് എന്ന് പറയുന്നത്. ഹെസ് എക്സ്പ്ലെയിൻസ് ദ ചലഞ്ച് ക്രിയേറ്റീവ് പീപ്പിൾ ഫേസ് വെൻ ദേ എൻ്റർ ദ പ്രൊഫഷണൽ വേൾഡ്. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ ഹെസ് വിവരിക്കുന്നത് സൃഷ്ടിപരമായിട്ട് കഴിവുള്ള ആളുകൾ പ്രൊഫഷണൽ വേൾഡിലേക്ക് കടന്നാൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സൃഷ്ടിപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടാവും. അവരൊരു പ്രൊഫഷണൽ വേൾഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. He says that the same qualities that make someone imaginative and artistic can also create problems in business if not managed properly. അപ്പോൾ ഒരു ബിസിനസ് വേൾഡിൽ അവർ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ഇമാജിനേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് കഴിവുകളുള്ള ആളുകളായിരിക്കും. അവർ ബിസിനസ് വേൾഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഹിസ് മെയിൻ മെസ്സേജ് ഈസ് ദാറ്റ് സക്സസ് കംസ് ഫ്രം ബാലൻസിങ് ക്രിയേറ്റിവിറ്റി വിത്ത് കൊമേഴ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം, നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അതായത് സക്സസ്, വിജയം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയും നമ്മുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവും കൊമേഴ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും, അതായത് നമ്മളെ പ്രൊഫഷണലായിട്ടുള്ള ജോലിപരമായിട്ടുള്ള കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് സക്സസ്, വിജയം എന്ന് പറയുന്നത്. അറ്റ് ദ ബിഗിനിങ് ഹാസ് എക്സ്പ്ലെയിൻസ് ദ കൊമേഴ്ഷ്യൽ റിയാലിറ്റി ഓഫ് ക്രിയേറ്റീവ് കരിയേഴ്സ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം എക്സ്പ്ലെയിൻസ് ചെയ്യുന്നത്, അതായത് സൃഷ്ടിപരമായിട്ടുള്ള ആളുകൾ ഈ ഒരു കൊമേഴ്ഷ്യൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഹി സേസ് ദാറ്റ് വൺസ് ക്രിയേറ്റീവ് പീപ്പിൾ സ്റ്റാർട്ട് വർക്കിംഗ് ദേ ആർ ഇൻ സെയിൽസ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ട് കഴിവുള്ള ആളുകൾ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സെയിൽസിലാണ്. ദേ മസ്റ്റ് സെൽ ദെയർ ഐഡിയാസ്, ദെയർ സ്കിൽസ് ആൻഡ് ഈവൻ ദംസെൽസ് ടു എംപ്ലോയേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. അപ്പോൾ അവർ അവരുടെ ഐഡിയാസും അവരുടെ കഴിവുകളൊക്കെ അവർ സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എംപ്ലോയേഴ്സിൻ്റെ മുമ്പിലും ക്ലയൻറ്റ്സ്, കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലൊക്കെ അവർ അവരുടെ കഴിവും ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടാലൻറ്റ് അലോൺ ഈസ് നോട്ട് ഇനഫ്. ഒരാളുടെ ടാലൻറ്റ്, അതായത് അയാളുടെ കഴിവ് മാത്രം പോരാ. പ്രൊഫഷണൽ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രൊഫഷണൽ വേൾഡിൽ, ഒരു കൊമേഴ്ഷ്യൽ വേൾഡിൽ പ്രൊഫഷണലായിട്ടുള്ള സ്വഭാവ പെരുമാറ്റ രീതികളും ആശയവിനിമയമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനി ക്രിയേറ്റീവ് സ്റ്റുഡൻസ് ഫെയിൽ അറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഗെറ്റിംഗ് എ ജോബ് ബിക്കോസ് ദേ യൂസ് കാഷ്വൽ ലാംഗ്വേജ് ഓർ ടെക്സ്റ്റ് സ്പീക്ക് ഇൻ പ്രൊഫഷണൽ ഇമെയിൽസ്. ഒരുപാട് കുട്ടികൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ, ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ അവർ ജോബ് കിട്ടാതെ തോറ്റു പോകുന്നുണ്ട്. അതിനുള്ള കാരണം അവർ സാധാരണ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇമെയിൽസിലൊക്കെ ടെക്സ്റ്റ് സ്പീക്ക് ലാംഗ്വേജൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ. ഇതൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. ആസ് അഡ്വൈസസ് യങ് പ്രൊഫഷണൽ ടു ഫോളോ വർക്ക് പ്ലേസ് റൂൾസ് ആൻഡ് ബിഹേവ് ഫോർമലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദെയർ കരിയേഴ്സ്. ഹെസ് നൽകുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പ്രൊഫഷണൽ വേൾഡിൽ കുറച്ചും കൂടെ ഫോർമലായിട്ട് ബിഹേവ് ചെയ്യണം, അതുപോലെ വർക്ക് പ്ലേസ് റൂൾസൊക്കെ ഫോളോ ചെയ്യണം. ആഫ്റ്റർ ബിൽഡിംഗ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ദേ ക്യാൻ എക്സ്പ്രസ് ദെയർ പേഴ്സണാലിറ്റി മോർ ഫ്രീലി. അതായത് നമ്മൾ ആദ്യം പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ പെരുമാറണം ഒരു വർക്ക് പ്ലേസിൽ. പിന്നീട് നമ്മൾ അവിടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റി, നമ്മളെ വിശ്വസ്തതയും നമ്മുടെ ട്രസ്റ്റൊക്കെ അവിടെ വർക്കൗട്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. Hess then discusses three major challenges that creative people often face.
അതായത് ഈ ക്രിയേറ്റീവ് പീപ്പിൾ, അതായത് കുറച്ചും കൂടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകൾ, കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് കഴിവുകളുള്ള ആളുകൾ ഈ പ്രൊഫഷണൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് മൂന്ന് തരത്തിലുള്ള വെല്ലുവിളികളാണ് അവർ നേരിടേണ്ടതായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് ഈസ് ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഡൺ മെൻറ്റാലിറ്റി. ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ് ചെയ്യേണ്ട രീതി എന്നുള്ള ഒരു മനോഭാവം. ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബി സ്റ്റബോൺ ആൻഡ് പ്രൊട്ടക്റ്റീവ് അബൌട്ട് ദെയർ വർക്ക്. അതായത് ഈ സൃഷ്ടിപരമായിട്ട് കഴിവുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ സ്റ്റബോണാണ്, അതുപോലെ പ്രൊട്ടക്റ്റീവാണ്. അവരുടെ ജോലി കാര്യത്തിൽ കുറച്ചും കൂടി ആവേശമൊക്കെ ഉള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഹവെവർ റെഫ്യൂസിങ് ടു കോംപ്രമൈസ് ക്യാൻ ഹാം ബിസിനസ് ഗോൾസ്. അതായത് അവർ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതായത് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. പെർഫെക്ഷൻ ഇസ് ഗുഡ് ബട്ട് ടു മച്ച് ഫോക്കസ് ഓൺ ഇറ്റ് ക്യാൻ ഓൾസോ സ്ലോ ഡൗൺ പ്രോഗ്രസ് ആൻഡ് റെഡ്യൂസ് പ്രോഫിറ്റ്സ്. അതായത് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ ഒരുപാട് പെർഫെക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവില്ല, പ്രോഫിറ്റ് ലാഭം കുറയാനൊക്കെ കാരണമാകുന്നുണ്ട്. ദ സെക്കൻഡ് ചാലഞ്ച് ഈസ് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഡു മെൻറ്റാലിറ്റി. രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതെൻ്റെ ജോലിയല്ല എന്നുള്ള ഒരു മനോഭാവം. സം ക്രിയേറ്റീവ്സ് അവോയ്ഡ് ടാസ്ക് ഔട്ട്സൈഡ് their main skill area. Has says companies value people who are flexible and willing to help in different ways. Being a utility player increases job security and growth opportunity. അതായത് ചില ആളുകൾ അവരുടെ സ്കില്ലിന് പുറത്തുള്ള, അവരുടെ കഴിവിന് പുറത്തുള്ള ജോലികളൊന്നും ചെയ്യാൻ തയ്യാറാവില്ല. കമ്പനീസ് അങ്ങനെയുള്ള കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്ത് ജോലിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ബീയിങ് യൂട്ടിലിറ്റി പ്ലെയർ എന്നുള്ളത് നമ്മുടെ ജോബ് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. തേർഡ് ചാലഞ്ച് ഈസ് ലാക്ക് ഓഫ് ബിസിനസ് നോളജ്. അതായത് നമ്മുടെ ഈ ബിസിനസ്സിൽ ഉള്ള നോളജ്, അറിവിൻ്റെ കുറവാണ് മൂന്നാമത്തെ വെല്ലുവിളി. Creatives may not understand how companies make money. Hence, encourages them to learn basic concepts like sales and profit margins so they can better understand business decisions. അതായത് ചില ക്രിയേറ്റീവ്സിന്, കുറച്ച് ആർട്ടിസ്റ്റിക് കഴിവൊക്കെയുള്ള ആളുകൾക്ക് കമ്പനീസ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നൊന്നും അവർക്ക് വ്യക്തമല്ല. അപ്പോൾ ഈ സെയിൽസിലും പ്രോഫിറ്റ് മാർജിനിലും ഒക്കെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എന്ന് ഇതിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്. അതായത് വിൽപ്പനയിലും ലാഭവിഹിതത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതിലൂടെ ബിസിനസ് തീരുമാനങ്ങൾ ഒക്കെ എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. He also talks about negotiation and explains the idea of right brain and left brain thinking. അതുപോലെ അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗോഷിയേഷൻ ആൻഡ് എക്സ്പ്ലെയിൻസ് ദ ഐഡിയ ഓഫ് റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ തിങ്കിങ്. അദ്ദേഹം ചർച്ചനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. റൈറ്റ് ബ്രെയിൻ ക്രിയേറ്റീവായിട്ടുള്ള ബ്രെയിൻ, അതുപോലെ ലെഫ്റ്റ് ബ്രെയിൻ അനലറ്റിക്കൽ, അതായത് സൃഷ്ടിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് വിശകലനം ചെയ്തുകൊണ്ടുള്ള ചിന്താഗതിയും അതിനെക്കുറിച്ചിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവ് പീപ്പിൾ മസ്റ്റ് ലേൺ അനലിറ്റിക്കൽ സ്കിൽസ് സച്ച് എസ് റീഡിങ് സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ്. അതായത് ഇങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അനലിറ്റിക്കൽ സ്കിൽസ്, അതായത് വിശകലനം ചെയ്യാനുള്ള കഴിവ് അത് അവർ ഉണ്ടായിരിക്കണം, അവരത് പഠിച്ചിരിക്കണം. കാരണം സ്പ്രെഡ്ഷീറ്റ് റീഡ് ചെയ്യാനും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് വേണം. He shares the silence rule, explaining that in negotiations, the first person to speak often loses it. അതുപോലെ അദ്ദേഹം സൈലൻസ് റൂളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സൈലൻസ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആശയവും അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അതായത് ചർച്ചയിൽ ആദ്യം സംസാരിക്കുന്നവന് സാധാരണയായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. Finally, Hayes shares the story of an employee named Ben who started in a small role, learned business skills, and later built his own successful company. Through this example, Hayes shows that understanding commerce gives creative people the freedom to succeed.
സനായിട്ട് ഹെസ് നമുക്കൊരു ഉദാഹരണ സഹിതം പറയുന്നുണ്ട്, ഒരു സ്റ്റോറി നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയി ബെൻ എന്ന് പറഞ്ഞിട്ട് അയാളൊരു ചെറിയ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയ രീതിയിലുള്ള ബിസിനസ് കഴിവുകളൊക്കെ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇതൊരു സക്സസ്ഫുൾ കമ്പനി ആയിട്ട് മാറുന്നുണ്ട്. ത്രൂ ദിസ് എക്സാമ്പിൾ ഹെസ് ഷോസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് കോമേഴ്സ് ഗിവ്സ് ക്രിയേറ്റീവ് പീപ്പിൾ ദ ഫ്രീഡം ടു സക്സീഡ്. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഹെസ് നമുക്ക് കാണിച്ചു തരുന്നത് കോമേഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഫഷണൽ വേൾഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് വിജയിക്കാൻ വളരെ എളുപ്പമാണ്, നല്ല സ്വാതന്ത്ര്യമുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. ഇൻ കൺക്ലൂഷൻ, ദ എസ്സേ ടീച്ചേഴ്സ് ദാറ്റ് ബാലൻസിങ് ക്രിയേറ്റിവിറ്റി വിത്ത് ബിസിനസ് നോളജ് ലീഡ്സ് ടു ലോങ് ടേം പ്രൊഫഷണൽ സക്സസ്. അപ്പോൾ ഈ ഒരു എസ്സേ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എസ്സേ നമ്മളെ പഠിപ്പിക്കുന്നത് ബാലൻസിങ് ക്രിയേറ്റിവിറ്റി വിത്ത് ബിസിനസ് നോളജ്, അതായത് നമ്മുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവും ബിസിനസ് നോളജും, അതായത് ബിസിനസ്സിലുള്ള നമ്മളുടെ അറിവും കൂടി ബാലൻസ് ചെയ്യുന്നതിലൂടെ, അതായത് ഒരു സമതുലിത അവസ്ഥയിലൂടെ കൊണ്ടുപോകുമ്പോൾ, തുല്യമായി കൊണ്ടുപോകുമ്പോൾ അതൊരു ലോങ് ടേം പ്രൊഫഷണൽ സക്സസ്സിലേക്ക് നയിക്കും എന്ന്